കാട്ടിൽ പിങ്കു എന്ന ആന അവന്റെ അച്ഛന്റെ ഒപ്പം താമസിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ അമ്മയും കുറച്ചു വലുതായപ്പോൾ അവന്റെ അച്ഛനും ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. പിങ്കു ആന അനാഥനായി കാട്ടിൽ അലഞ്ഞു നടന്നു. കൂടാതെ കാട്ടിലെ മറ്റു മൃഗങ്ങളും അവനോട് സഹകരിക്കാൻ കൂട്ടാക്കിയില്ല. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? നീ എന്താ വിളിച്ചത്? കൂട്ടുകാരനെന്നോ? നിന്നോട് ആരാ പറഞ്ഞത് ഞങ്ങൾ നിന്റെ കൂട്ടുകാരാണെന്ന്? അല്ലെങ്കിൽ ഇനിയുമാകാമല്ലോ. എന്നും നിങ്ങൾ കളിക്കുന്നത് കാണുമ്പോൾ എനിക്കും കൊതിയാവുന്നുണ്ട്. പ്ലീസ് എന്നെയും നിങ്ങളുടെ കൂട്ടുകാരനാക്കില്ലേ? അപ്പോൾ എനിക്കും നിങ്ങളുടെ കൂടെ കളിച്ച് രസിക്കാമല്ലോ. നീ ഭാഗ്യമില്ലാത്തവനാണ്. കണ്ടില്ലേ, നീ ഒരു വലിയ മൃഗമാണ്. ഞങ്ങൾക്ക് നിന്നെ പോലെയുള്ള ഒരു മൃഗവുമായി കൂട്ടുകൂടാൻ ഒരു താല്പര്യവുമില്ല. വരൂ കൂട്ടുകാരെ, നമുക്ക് പോകാം. ഇതും പറഞ്ഞ് അവർ അവിടെ നിന്നു പോകുന്നു. പിങ്കു ആന വിഷമത്തോടെ തന്റെ ഗുഹയിൽ തിരിച്ചെത്തി. അനാഥത്വവും ഒറ്റപ്പെടലും അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു കുരങ്ങൻ കാട്ടിലൂടെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. എല്ലാവരും രക്ഷപ്പെട്ടോളൂ, പട്ടണത്തിൽ നിന്ന് കുറച്ച് വേട്ടക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവൻ അപകടത്തിലാണ്. ഇത് കേട്ട് മൃഗങ്ങൾ എല്ലാവരും ജീവൻ രക്ഷിക്കുന്നതിനായി കൊടും കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. വേട്ടക്കാരൻ കാടിനുള്ളിലെത്തിയപ്പോൾ അവിടെ മൃഗങ്ങളെയൊന്നും കാണാതെ സംശയിച്ചു നിന്നു. അത് കൊള്ളാം. ഈ വലിയ കാട്ടിൽ ഒരു മൃഗത്തെ പോലും കാണുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു പോകുന്നതാ നല്ലത്. വേട്ടക്കാരൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ പിങ്കു ആന തന്റെ നേർക്ക് വരുന്നത് കണ്ടു. ശേടാ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഒരാന എന്നെ കണ്ട് പേടിച്ചോടുന്നതിന് പകരം എന്റെ നേർക്ക് വരികയാണോ? വേട്ടക്കാരാ, ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വന്നതാണ്. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. എനിക്ക് ഈ കാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. നീ വേണമെങ്കിൽ എന്നെ കൊന്ന് തിന്നുകൊള്ളൂ. ഇത് കേട്ട് വേട്ടക്കാരന്റെ മുഖം തെളിഞ്ഞു. അയാൾ പിങ്കു ആനയെ തന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അയാൾ അവനെ കെട്ടിയിട്ടു. അപ്പോഴയാൾക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ സർ, വേട്ടക്കാരൻ മന്നു ആണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സർക്കസിലേക്ക് ഒരു ആന ആവശ്യമില്ലേ? ആ വേണം. എന്താ, കിട്ടിയോ? ആ കിട്ടി സർ. പക്ഷേ അധികം വലുതല്ല. സർക്കസിന് പറ്റിയ ആനയാണ്. ആ ശരി, അതിനെ ഒരു വണ്ടിയിൽ കയറ്റി ലക്നൌവിൽ എത്തിക്ക്. ഇവിടെ എത്തുമ്പോൾ തന്നെ നിന്റെ കൂലി നൽകാം. ശരി ശരി, വളരെ ഉപകാരം. ഇത്രയും പറഞ്ഞ് വേട്ടക്കാരൻ ഫോൺ വെച്ചു. എന്താ, നിനക്ക് സന്തോഷമായില്ലേ? നീ സർക്കസ് കമ്പനിയിലേക്കാ പോകുന്നത്. അവിടെ നിനക്ക് കഴിക്കാനും കുടിക്കാനും താമസിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇത് കേട്ട് പിങ്കു ആനയ്ക്ക് സന്തോഷമായി. പക്ഷെ അവന് കാടുപേക്ഷിച്ചു പോകണമല്ലോ എന്നോർത്തപ്പോൾ വിഷമവും വന്നു. വരും, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ കാടൊന്ന് ചുറ്റിക്കാണാം. എന്നിട്ട് അതിരാവിലെ തന്നെ ഇവിടെ നിന്ന് പോകാം. അത് കൊള്ളാം. അങ്ങനെ എനിക്കും നിങ്ങളുടെ രൂപത്തിൽ ഒരു ചങ്ങാതിയെ കിട്ടിയിരിക്കുന്നു. അയാൾ പിങ്കുവിന്റെ കെട്ടഴിച്ചു. അയാൾക്കിപ്പോൾ പിങ്കുവിനെ നല്ല വിശ്വാസമായിരുന്നു. അവൻ ഓടിപ്പോകില്ലെന്ന് ഉറപ്പായിരുന്നു. പിങ്കു ആന വേട്ടക്കാരന് കാട്ടിലെ നല്ല നല്ല സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു. വേട്ടക്കാരനും സന്തോഷമായി. അങ്ങനെ അവർ ഇരുവരും നല്ല ചങ്ങാതിമാരായി. വേട്ടക്കാരനും മനസ്സിലായി പിങ്കു ഒരു നല്ല ചങ്ങാതിയായിരിക്കുമെന്ന്. പിങ്കു, സത്യം പറഞ്ഞാൽ നിന്നെ എനിക്ക് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു മൃഗമായിരുന്നിട്ട് പോലും എന്റെ ഒരു നല്ല ചങ്ങാതിയാകുവാൻ നിനക്ക് കഴിഞ്ഞു. എനിക്കും പേടിയാകുന്നു. നിങ്ങളുടെ അടുത്ത് നിന്ന് പോയാൽ മറ്റു മനുഷ്യർ എന്നോട് എങ്ങനെയാകും പെരുമാറുക? ഏയ്, അത് വിട്. ഞാൻ സർക്കസിന്റെ മുതലാളിയോട് പറയാം നിന്നെ നന്നായി തന്നെ നോക്കണമെന്ന്. ആഴ്ചയിലൊരിക്കൽ ഞാനും നിന്നെ വന്ന് കാണാം. എന്താ പോരെ? ഇത് കേട്ട് പിങ്കു ആനയ്ക്ക് വളരെ സന്തോഷമായി. പിറ്റേ ദിവസം വേട്ടക്കാരൻ പിങ്കു ആനയെ കാടിന് പുറത്ത് നിർത്തിയിട്ട വണ്ടിക്കരികിലേക്ക് കൊണ്ടുപോയി. പിങ്കു ആന ഒരു പ്രാവശ്യം കൂടി കാടിന് നേർക്ക് നോക്കി. എന്നിട്ട് തടിക്കഷ്ണത്തിലൂടെ വണ്ടിക്കുള്ളിലേക്ക് കയറി. വേട്ടക്കാരൻ മന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വേട്ടക്കാരൻ എന്തോ ഓർമ്മ വന്നു.
അയാൾ സർക്കസിന്റെ മുതലാളിയെ വിളിച്ചു. സർ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സർക്കസ് കാൺപൂരിലല്ലേ? പിന്നെ ഈ ആനയെ ലക്നൌവിലേക്ക് എന്തിനാണ് അയക്കുന്നത്? ആ, അതോ, ലക്നൌവിലുള്ളവർ അതിനെ ഒരു ഷൂ കമ്പനിക്ക് വിൽക്കും. അവർ അതിന്റെ തോൽ ഉപയോഗിച്ച് ബാഗും ചെരുപ്പുകളും നിർമ്മിക്കും. എനിക്ക് ഒരുപാട് പണവും കിട്ടും. ഇത് കേട്ടപ്പോൾ വേട്ടക്കാരൻ മന്നുവിന് ദേഷ്യം വന്നു. നിങ്ങളല്ലേ പറഞ്ഞത് സർക്കസിലേക്ക് ആനയെ വേണ്ടതെന്ന്? നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? നിനക്ക് നിന്റെ കൂലി കിട്ടുന്നില്ലേ? ആനയെ പെട്ടെന്ന് ലക്നൌവിലെത്തിക്ക്. ഇത് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. പിങ്കു ആനയോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വേട്ടക്കാരന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. പക്ഷെ അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം രാവിലെ വണ്ടി ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു. അത് ഒരു കാടായിരുന്നു. പക്ഷെ പിങ്കു ആനയുടെ കാടിനേക്കാൾ വളരെ മനോഹരമായിരുന്നു. വേട്ടക്കാരൻ വണ്ടിയിൽ നിന്നിറങ്ങി പിങ്കു ആനയോട് പറഞ്ഞു, പിങ്കുവാനെ, നീ ഇനി വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങ. പക്ഷെ ഇത് പട്ടണമല്ലല്ലോ, ഇത് കാടല്ലേ? ആ അതെ, ആ സർക്കസുകാരൻ നിന്നെ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിക്ക് വിൽക്കുവാനാ ഉദ്ദേശിക്കുന്നത്. അവർ നിന്നെ കൊന്ന് നിന്റെ തോലെടുക്കും. എന്താ? അതെ, പക്ഷെ നീ എന്റെ ചങ്ങാതിയല്ലേ. നിന്നെ കൊല്ലാനായി ഞാൻ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് കേട്ട് പിങ്കു ആനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ വേട്ടക്കാരന്റെ അരികിലെത്തി തന്റെ തുമ്പിക്കൈ കൊണ്ട് ഉരസി. പക്ഷെ കൂട്ടുകാരാ, ഇതും ഒരു കാടല്ലേ? ഇവിടെയും ഞാൻ ഒറ്റപ്പെടും, അവിടുത്തെ പോലെ തന്നെ. ഇല്ലില്ല, ഇവിടെ ഒരുപാട് ആനകളുണ്ട്. ഇവിടെ നിനക്ക് ഒരു നല്ല കുടുംബവും ലഭിക്കും. ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോകും. പിങ്കു, ഞാൻ എല്ലാ ആഴ്ചയും പുലർച്ചെ ഇതേ സ്ഥലത്ത് നിന്നെ കാണാനായി വരാം. നീ ഇനി സ്വതന്ത്രനാണ് കേട്ടോ. ഇത്രയും പറഞ്ഞ് വേട്ടക്കാരൻ അവിടെ നിന്നും പോയി. പിങ്കു ആന പുതിയ കാടിനുള്ളിലേക്ക് നടന്നു. ഒരു പിടിയാന തന്റെ നേർക്ക് നടന്നു വരുന്നത് പിങ്കു കണ്ടു. നീ ആരുടെ മകനാണ്? നിന്നെ ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് കേട്ട് പിങ്കു ആന തന്റെ കഥ പിടിയാനയോട് പറഞ്ഞു. അപ്പോൾ പിടിയാന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കുഞ്ഞിനെയും. ഇന്നു മുതൽ നീയാണ് എന്റെ മകൻ. നീ എന്റെ ഒപ്പം വരൂ. ഇനി എന്നും എന്റെ കൂടെ ഈ കാട്ടിൽ താമസിക്കാം നിനക്ക്. ഇത് കേട്ട് പിങ്കു ആനയ്ക്ക് ഒരുപാട് സന്തോഷമായി. പിടിയാനയ്ക്കൊപ്പം അവൻ വീട്ടിലേക്ക് പോയി. ആ കാട്ടിൽ അവൻ അവന്റെ പ്രായത്തിലുള്ള മറ്റാനകളെയും കണ്ടു. അവരെല്ലാം അവന്റെ കൂട്ടുകാരായി. അങ്ങനെ പിങ്കു ആനയ്ക്ക് അവന്റെ അമ്മയെ ലഭിച്ചു. കളിച്ചു രസിക്കാൻ ഒരുപാട് കൂട്ടുകാരെയും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും കാടിനു പുറത്ത് വേട്ടക്കാരനും അവനെ കാണാൻ വന്നു. പിങ്കു ആനയുടെ സന്തോഷം കണ്ട് വേട്ടക്കാരൻ